ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ആൻറ്റീസ് കിച്ചൻ. വളരെ സിമ്പിളായിട്ട് നാടൻ ലിവർ കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഞാനിവിടെ 3/4 കിലോ ബീഫിൻ്റെ ലിവർ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വാടിക്കോട്ടേട്ടാ. ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഒരു 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ വാട്ടിയെടുക്കണം കേട്ടോ. വാട്ടിയെടുത്താൽ പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബീഫ് മസാല. ഇവയെല്ലാം ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വറുത്തെടുക്കണം കേട്ടോ. നല്ല പച്ചമണമൊക്കെ മാറി നല്ല വറുത്ത മണം വരുമ്പോൾ കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടോട്ടാ. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി വേവിച്ചെടുക്കാം. വേറെ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം അരിഞ്ഞതെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച ലിവർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം വറ്റിച്ചെടുത്താൽ അടിപൊളി നമ്മുടെ ലിവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ട, ചോറ്, പത്തിരി ഏതിൽക്ക് വേണമെങ്കിലും അടിപൊളിയായി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.